Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. A mother traveling with her child. A mother, ഒരു അമ്മ traveling with her child. അവളുടെ കുട്ടിയുടെ കൂടെ നടക്കുകയായിരുന്ന ഒരു അമ്മ. ഇവിടെ റൺ ഓവർ എന്നതിന് വാഹനം ഇടിച്ച് തെറിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു അമ്മയെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചു ബൈ എ സ്പീഡിങ് കാർ. ഒരു വേഗതയിൽ വരുന്ന കാർ ഇടിച്ചാണ് ഈ കുട്ടിയുടെ കൂടെ നടക്കുകയായിരുന്ന അമ്മ വീണത്, വാഹനമിടിച്ച് പരിക്കേറ്റത്. ദ പെയിൻഫുൾ സീൻ. പെയിൻഫുൾ എന്നാൽ വേദനാജനകമായ. ഈ വേദനാജനകമായിട്ടുള്ള രംഗം വാസ് ക്യാപ്ചേർഡ് ഓൺ CCTV. CCTVയിൽ ഈ ദൃശ്യം പിടിച്ചെടുത്തു. മറ്റൊരർത്ഥം റൺ ഓവർ എന്നതിന് വാഹനം ശരീരത്തിലൂടെ കയറുക എന്നുള്ള അർത്ഥമാണ്. എ ഹാർട്ട് ബ്രേക്കിംഗ് CCTV ഫൂട്ടേജ്. ഒരു ഹൃദയഭേദകമായിട്ടുള്ള CCTV ദൃശ്യം ഹാസ് എമേർജ്ഡ് കാണപ്പെട്ടു ഫ്രം കോട്ടക്കൽ ഇൻ കേരളാസ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് ഈ സംഭവം, ഈ CCTV ദൃശ്യം കാണപ്പെട്ടത്, ഈ ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യം. ദിസ് വീഡിയോ റെക്കോർഡ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇൻ ദ ക്യാമറ ഷോസ് ഹൗ എ സ്പീഡിംഗ് വൈറ്റ് കാർ ബ്രൂട്ടലി ഹിറ്റ് എ വുമൺ വാക്കിംഗ് ഓൺ ദ റോഡ്. ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ കാണിക്കുന്നത് അതാണ്. ഷോസ് കാണിക്കുന്നു ഹൗ എ സ്പീഡിംഗ് വൈറ്റ് കാർ ബ്രൂട്ടലി ഹിറ്റ് എ വുമൺ വാക്കിംഗ് ഓൺ ദ റോഡ്. ബ്രൂട്ടലി എന്നാൽ ക്രൂരമായി എന്നുള്ള അർത്ഥം. ക്രൂരമായിട്ട് ഈ വെള്ള നിറത്തിലുള്ള കാർ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇടിക്കുന്നത്, അതാണ് എത്രത്തോളം വേഗതയിലാണ് ആ സ്ത്രീയെ ക്രൂരമായിട്ട് ആ കാർ ഇടിക്കുന്നത് എന്നാണ് ഈ ക്യാമറയിൽ കാണിക്കുന്നത്. 33-year-old ബദരിയ. ബദരിയ എന്നാണ് സ്ത്രീയുടെ പേര്. 33 വയസ്സ്. ഈ 33 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീ വാസ് എ റെസിഡൻറ്റ് ഓഫ് സ്വാഗതമാട്. ഈ സ്വാഗതമാട് എന്നു പേരുള്ള ഈ സ്ഥലത്തുള്ള നിവാസിയാണ് ഈ 33 വയസ്സ് പ്രായമുള്ള ബദരിയ. ആൻഡ് വാസ് വാക്കിംഗ്. ആ സ്ത്രീ നടന്നു പോകുകയായിരുന്നു. ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിൻ്റെ സൈഡിലൂടെ ആ സ്ത്രീ നടന്നു പോകുകയായിരുന്നു. വിത്ത് എ സ്മോൾ ചൈൽഡ്. ഒരു ചെറിയ കുട്ടിയുടെ കൂടെ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഈ സ്ത്രീ റോഡിൻ്റെ സൈഡിലൂടെ ഒരു കുട്ടിയുമായിട്ട് നടന്നു പോകുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. സഡൻലി, പെട്ടെന്ന് ആ റോഡ് സൈഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് സഡൻലി, പെട്ടെന്ന് എ വൈറ്റ് കാർ, ഒരു വെള്ള നിറത്തിലുള്ള കാർ ഡീവിയേറ്റ് എന്നാൽ വഴി തെറ്റുക, ഗതി മാറുക, ഇതൊക്കെയാണ് അർത്ഥം. എ വൈറ്റ് കാർ ഡീവിയേറ്റഡ്. ഒരു വെള്ള നിറത്തിലുള്ള കാർ അത് വഴി തെറ്റി, അതിൻ്റെ ഗതി മാറ്റി. ഫ്രം ഇറ്റ്സ് ലെയിൻ. അത് ആ വാഹനം ഓടിക്കുന്നു പോവുകയായിരുന്ന ആ ലെയിൻ, ആ പാത പെട്ടെന്ന് വ്യതിചലിച്ചു, ഗതി മാറി. ആൻഡ് ഹിറ്റ് ദ വുമൺ. എന്നിട്ട് ആ സ്ത്രീയെ ഇടിച്ചു. ഹിറ്റ് എന്ന് വെച്ചാൽ ഇടിച്ചു. ദ വുമൺ, ആ സ്ത്രീയെ ഇടിച്ചു. ഫ്രം ബിഹൈൻഡ് എന്നാൽ പിറകിൽ നിന്നും. ആ സ്ത്രീയുടെ പിറകിൽ ആ വാഹനം ഗതി മാറി, പെട്ടെന്ന് ഇടിച്ചു. ദിസ് ക്ലിയർലി ലുക്സ് ലൈക്ക്. ഇത് വ്യക്തമാവുന്നത്, ശരിയായിട്ടും ഇത് കാണപ്പെടുന്നത് അത്തരത്തിലാണ്. എ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. ഹിറ്റ് ആൻഡ് റൺ എന്നാൽ ഒരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുക എന്നുള്ള അർത്ഥമാണ്. റിപ്പോർട്ട് ചെയ്യാതെ, സഹായമൊന്നും ചെയ്യാതെ നിർത്താതെ പോവുക. അത്തരത്തിലാണ് വ്യക്തമാകുന്നത്, ഈ വീഡിയോ കണ്ടിട്ട് വ്യക്തമാകുന്നത്. ദ വേ ദിസ് ഡ്രൈവർ ഈസ് സീൻ. ഈ ഡ്രൈവറെ കാണുന്നത് അത്തരത്തിലാണ്, ഇങ്ങനെയാണ്. ടേക്കിംഗ് ഹിസ് കാർ ഓഫ് ട്രാക്ക്. ടേക്ക് ഓഫ് എന്നാൽ ഇവിടെ മാറ്റുക, അയക്കുക, ഇതൊക്കെയാണ് അർത്ഥം. നടത്തിക്കൊണ്ട് പോവുക. ഇവിടെ വാഹനം ആ ഗതി മാറ്റി, ആ വാഹനത്തിൻ്റെ ട്രാക്ക് മാറ്റി. ആൻഡ് ഹിറ്റിംഗ് എന്നിട്ട് ഇടിക്കുന്നു. ദ മുസ്ലിം വുമൺ. ഈ മുസ്ലിം സ്ത്രീയെ ഇടിക്കുന്നു. മുസ്ലിം വുമൺ ഈസ് എക്സ്ട്രീംലി സീരിയസ്. ഗുരുതരമായിട്ട്, നല്ല ശക്തിയോടെ, ഗുരുതരമായിട്ടുള്ള രീതിയിൽ ആ സ്ത്രീയെ ഇടിക്കുന്നു. ആ സ്ത്രീക്ക് ഗുരുതരമായിട്ട് പരിക്കുകളേൽക്കുന്നു. ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഓൺ ദിസ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കണം. ആക്ഷൻ എന്ന് വെച്ചാൽ നടപടി. ഷുഡ് ബി ടേക്കൺ എന്നാൽ എടുക്കപ്പെടണം എന്നുള്ള അർത്ഥമാണ്. നടപടി എടുക്കണം. ഇൻ ദിസ് ടെറിബിൾ കൊളിഷൻ എന്നാൽ കൂട്ടിയിടി.
ടെറിബിൾ എന്നാൽ ഭയാനകമായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ഈ കൂട്ടിയിടി. ദ വുമൺ ഫെൽ സെവറൽ ഫീറ്റ് അവേ. ദ വുമൺ ഈ കൂട്ടിയിടിയിൽ ദ വുമൺ ഈ സ്ത്രീ ഫെൽ വീണു സെവറൽ ഫീറ്റ് അവേ. സെവറൽ എന്നാൽ ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് അടി അപ്പുറത്ത് ഈ സ്ത്രീ വീണു. വൈൽ അതേസമയം ദ ചൈൽഡ് വാക്കിംഗ് ആ കുട്ടി നടന്നു പോകുന്നു. വിത്ത് ഹെർ ദ ചൈൽഡ് വാക്കിംഗ് വിത്ത് ഹെർ ആ സ്ത്രീയുടെ കൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടി മിറാക്കുലസ്ലി സർവൈവ്ഡ്. മിറാക്കുലസ്ലി എന്നാൽ അത്ഭുതകരമായിട്ട് എന്നുള്ള അർത്ഥമാണ്. സർവൈവ് എന്നാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ആ അമ്മയുടെ കൂടെ നടന്നു പോകുകയായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ അതേസമയം രക്ഷപ്പെട്ടു. ഈ ഭയാനകമായിട്ടുള്ള കൂട്ടിയിടിയിൽ ആ സ്ത്രീ ഒരുപാട് അടി അപ്പുറത്ത് പോയിട്ട് വീണു. ഇൻ ദ ഫൂട്ടേജ് ഈ ദൃശ്യത്തിൽ ഇമീഡിയറ്റ്ലി എന്നാൽ പെട്ടെന്ന്, ആഫ്റ്റർ ദ കൊളിഷൻ ഈ കൂട്ടിയിടിക്ക് ശേഷം പെട്ടെന്ന്, ദ ചൈൽഡ് ഈസ് സീൻ ഈ കുട്ടിയെ കാണാൻ സാധിക്കുന്നു. ഈ ദൃശ്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഈ കൂട്ടിയിടി സംഭവിച്ചതിന് ശേഷം പെട്ടെന്ന് ദ ചൈൽഡ് ഈസ് സീൻ കുട്ടിയെ കാണുന്നു. റണ്ണിങ് ടുവേർഡ്സ് എന്നാൽ നേർക്ക് എന്നുള്ള അർത്ഥമാണ്. ഇസ് അൺകോൺഷ്യസ് മദർ അവൻ്റെ അൺകോൺഷ്യസ് എന്നാൽ ബോധമില്ലാതെ കിടക്കുന്ന അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് അവൻ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു. ആൻഡ് ട്രൈങ് ടു വെയ്ക്കപ്പ് എന്നാൽ ഇവിടെ ഉണർത്തുക എന്നുള്ള അർത്ഥമാണ്. വെയ്ക്ക് അപ്പ് അവൻ്റെ അമ്മയെ ഉണർത്താൻ വേണ്ടിയിട്ട് ട്രൈങ് എന്നാൽ ശ്രമിക്കുക. അവൻ്റെ ബോധമില്ലാതെ കിടക്കുന്ന അമ്മയെ ഉണർത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നതായിട്ട് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ ആ കുട്ടി അവൻ്റെ അമ്മയുടെ നേർക്ക് ഓടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എനിവൺസ് ഹാർട്ട് ഏതൊരു വ്യക്തിയുടെയും ഹൃദയം വിൽ ട്രംബിൾ ഇവിടെ ഞെട്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. ട്രംബിൾ എന്നതിന് ഏതൊരുത്തിൻ്റെയും ഹൃദയം നടുങ്ങിപ്പോവും. ആഫ്റ്റർ സീയിങ് ദി സീൻ ഈ ദൃശ്യം കണ്ടതിന് ശേഷം ഏതൊരുത്തൻ്റെയും ഹൃദയം നടുങ്ങിപ്പോകും. ഹൗ ആൻ ഇന്നസെൻറ്റ് ചൈൽഡ് ഇന്നസെൻറ്റ് എന്നാൽ നിഷ്കളങ്കനായിട്ടുള്ള കുട്ടി ഈസ് ട്രൈങ് ടു വേക്ക് അപ്പ് ഹിസ് അൺകോൺഷ്യസ് മദർ അവൻ്റെ ബോധമില്ലാത്ത അമ്മയെ അവൻ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതാണ് ദൃശ്യത്തിൽ കാണിക്കുന്നത്, വീഡിയോയിൽ കാണിക്കുന്നത്. അത് ഏതൊരുത്തൻ്റെയും ഹൃദയം നടുക്കും. ദിസ് ട്രാജിക് ആക്സിഡൻറ്റ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത് ഇൻ എ റെസിഡൻഷ്യൽ ഏരിയ. റെസിഡൻഷ്യൽ എന്നാൽ വാസയോഗ്യമായ എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് ആളുകൾ ഉള്ള പാർപ്പിടങ്ങൾ തിങ്ങി നിറഞ്ഞ ഇതൊക്കെയാണ് അർത്ഥം. ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്താണ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത്. വിച്ച് ഹാസ് റൈസ്ഡ് സീരിയസ് കൺസേൺസ് ഇത് ഗുരുതരമായിട്ടുള്ള കൺസേൺ എന്നാൽ ഗുരുതരമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. എബൌട്ട് റോഡ് സേഫ്റ്റി റോഡ് സുരക്ഷിതത്വത്തിനെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ. ആൻഡ് റെക്ലെസ് ഡ്രൈവിംഗ് റെക്ലെസ് എന്നാൽ സാഹസികമായ, വിചാരമില്ലാത്ത ഇതൊക്കെയാണ് അർത്ഥം. ശ്രദ്ധയില്ലാത്ത. ഇൻ ദ ഏരിയ എന്നാൽ ആ പ്രദേശത്ത്. ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത് ഒരുപാട് ആളുകളുള്ള ഒരു വാസയോഗ്യമായിട്ടുള്ള ഒരു പ്രദേശത്താണ്. ഈ സംഭവം ഒരുപാട് ഉത്കണ്ഠ ഉണർത്തുന്നതാണ്. ഒരുപാട് ഉത്കണ്ഠ ഈ സംഭവം ഉണർത്തി. റോഡ് സുരക്ഷിതത്വത്തിനെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ, അതുപോലെ ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് ഈ പ്രദേശത്ത്, ഇതിനൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഉത്കണ്ഠകൾ ഈ സംഭവം ഉണ്ടാക്കി. അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ സോഴ്സ് എന്നാൽ ഉറവിടം എന്നുള്ള അർത്ഥമാണ്. ഈ വിവരം നൽകിയിട്ടുള്ള ആളുകൾ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അതുപോലെയുള്ള ആളുകൾ, അവർ പറയുന്ന വിവരമനുസരിച്ച് ദ വുമൺ സഫേർഡ് സീരിയസ് ഹെഡ് ഇഞ്ചുറീസ് ആ സ്ത്രീക്ക് ഗുരുതരമായിട്ട് തലക്ക് പരിക്കുകളേറ്റു. ആൻഡ് വാസ് ഇമ്മീഡിയറ്റ്ലി അഡ്മിറ്റഡ് ആ സ്ത്രീയെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. ടു എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ സ്ത്രീയെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. ഇൻ കോട്ടക്കലിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ സ്ത്രീയെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. അവിടെ ആ ഹോസ്പിറ്റലിൽ ഷീസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് ആ സ്ത്രീ ചികിത്സയിലാണ്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആ സ്ത്രീ ചികിത്സയിലാണ്. ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവം ഹാസ് വൺസ് അഗൈൻ റൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ സംഭവം ഒരിക്കൽ കൂടി ചോദ്യങ്ങൾ ഉയർത്തി. എന്തൊരു ചോദ്യം?
എന്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം? എബൌട്ട് ദ സേഫ്റ്റി ഓഫ് പെഡസ്ട്രിയൻസ് ഓൺ ദ റോഡ്സ്. പെഡസ്ട്രിയൻ എന്നാൽ കാൽനടയാത്രക്കാരൻ എന്നാണ് അർത്ഥം. പെഡസ്ട്രിയൻസ് കാൽനടയാത്രക്കാർ. റോഡിലൂടെ നടക്കുന്ന കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. ഒരിക്കൽ കൂടി ഈ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ സുരക്ഷയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഈ സംഭവം ഉയർത്തി. അതിന് ഈ സംഭവം കാരണമായി.